നമ്മളിപ്പോ എവിടെയെങ്കിലും ഫാമിലി ഫംഗ്ഷൻ അല്ലെങ്കിൽ മാരേജിനൊക്കെ പോകുമ്പോഴത്തേന് ചില ആന്റിമാരൊക്കെ ഓടി വന്നിട്ട് ചോദിക്കാറില്ലേ, ഞാൻ നിനക്ക് എന്നെ മനസ്സിലായോ? പണ്ട് ഞാൻ നിന്നെ കുറെ എടുത്തോണ്ട് നടന്നിട്ടുള്ള, നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അഥവാ നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ നീ പറ, ഞാൻ ആരാ? അങ്ങനെയൊക്കെയുള്ള ആന്റിമാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇതിനേക്കാളും ഭയാനകമായ വേറൊരാളുണ്ട്, ഇതുപോലുള്ള അങ്കിൾമാര്. കഷ്ടകാലത്തിന് നമ്മൾ പഠിച്ചതിന്റെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അങ്കിൾമാരെങ്ങാനും നമ്മുടെ ഏരിയയിലെങ്ങാനും വന്ന് ഇതുപോലെ നിന്നിട്ട് ഒരു 5-8 ചോദ്യമുണ്ട്. അവര് ചിലപ്പോൾ റിട്ടയർമെന്റ് ആവാറായവരോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞവരോ ഒക്കെ ആയിരിക്കും. നമ്മൾ ഈ കോളേജിൽ നിന്ന് കോഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ജോലി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നവരായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ അടുക്കെ കുറെ ചോദ്യങ്ങളുണ്ട്. സിവിൽ കഴിഞ്ഞാണല്ലേ, എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു മാർക്ക്? ഡ്രോയിങ്ങിന്റെ ലൈസൻസ് ഒക്കെ എടുത്തോ? അതൊക്കെ എടുക്ക്, എങ്കിലേ ഉള്ളു വല്ല ഗുണവും. സിവിൽ കഴിഞ്ഞാകുമ്പോ കുറച്ച് നോളജ് ഒക്കെ കാണുമല്ലോ. എന്നാ പറ, ഒരു ചാക്ക് സിമെന്റ് എത്ര കിലോയാ? പൊതുവെ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന മിക്സ് ഏതാ? എംബുക്ക് എന്ന് വെച്ചാൽ എന്തുവാ? ക്യൂബ് ഡസ്റ്റ് കണ്ടിട്ടുണ്ടോ? ക്യൂബിന്റെ സൈസ് എന്തുവാ? 1000 ഇഷ്ടിക കൊണ്ട് നീ എത്ര റൂം കെട്ടും? ഒരു ചട്ടി മിക്സ് കൊണ്ട് നീ എത്രത്തോളം ഭിത്തി തേക്കും? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് അന്തം വിട്ട് കിളി പോയിട്ട് നിൽക്കുന്ന അവസരത്തിൽ പുള്ളിയുടെ വക 2-3 ഡയലോഗും കൂടെ കാണും. ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ നീ എന്തുവാ പഠിച്ചത്? അവിടെ എന്തുവാ പഠിപ്പിച്ചത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളോടെ കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും, നമ്മൾ എന്തുവാ പഠിച്ചത്? നമ്മൾ എന്തിനാ പഠിച്ചത്? ബേസിക് നോളജ് പോലും ഇല്ലാത്ത ഞാൻ ഇനി എവിടെ പോയി ജോലി ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ നമ്മളുടെ ഉള്ളിലൂടെ വരാൻ തുടങ്ങും. കഷ്ടകാലത്തിന് നമ്മുടെ വീട്ടുകാരോട് എങ്ങനെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ കഥം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആനന്ദം കണ്ടെത്തുന്ന അങ്കിൾമാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എവിടെങ്കിലും ജോലിക്ക് കയറിയാലേ നമുക്ക് എക്സ്പീരിയൻസും നോളജും ഒക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ച് ബുക്കിനകത്തുള്ളത് പരീക്ഷ എഴുതി പാസ്സായി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൽ ഒരുപാട് നോളജ്, നിങ്ങൾ റിട്ടയർമെന്റ് ആവാൻ പോയടത്ത നോളജ് നമുക്ക് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചൊറിയാതിരിക്കും. ഓക്കെ, ബൈ.